നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. പ്രപഞ്ച സൃഷ്ടി എന്ന മഹാസേവന കർമ്മം ചെയ്ത ബ്രഹ്മദേവൻ ചതുർമുഖനാണ്. അതുകൊണ്ട് സേവനത്തിനും 4 മുഖങ്ങളുണ്ട്. പ്രപഞ്ചപാലനം എന്ന മഹത് സേവനം വിഷ്ണു ഭഗവാൻ 4 കൈകൾ കൊണ്ട് ചെയ്യുന്നു. അതിനാൽ സേവനത്തിന് 4 കൈകളുണ്ടെന്നും പറയാം. സേവനം ചതുർവിധമാണ് എന്ന് താൽപ്പര്യം. നമുക്ക് ഓരോരുത്തർക്കും 4 വിധത്തിൽ സേവനം ചെയ്യാം. ശരീരം, വാക്ക്, മനസ്സ്, ധനം എന്നീ 4 സേവന മാർഗങ്ങളാണവ. ശരീരം കൊണ്ട് അന്യർക്ക് സേവനം ചെയ്യുന്നതിന് വലിയ മഹത്വമാണുള്ളത്. രോഗികളെ ശുശ്രൂഷിക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുക, വികലാംഗർക്ക് സഹായം നൽകുക, രക്തം ദാനം ചെയ്യുക, ധർമ്മപ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നിങ്ങനെ ശരീരം കൊണ്ട് പല വിധത്തിൽ സേവനം ചെയ്യാനാകും. തുടർന്ന് ഗുരുവചനം കേൾക്കാം. തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം. അതാണ് അദ്വൈതം. ശ്രീനാരായണ ഗുരുദേവൻ. സന്ധ്യാദീപം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും ഐതിഹ്യങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കലികാലത്തിന്റെ സമസ്ത ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസവിധം നമ്മെ തൊട്ടുവിളിക്കുകയാണ്. ഇവിടെയാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സ്വയംഭൂവായ ശാസ്താ പ്രതിഷ്ഠയാണ് ഇവിടെ ആരാധനാമൂർത്തി. കുതിരയെ വാഹനമാക്കിയ ശാസ്താവിന്റെ തിരുസന്നിധി ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് മാനവ സമൂഹത്തെ തയ്യാറാക്കുന്ന രഥവേദിയാണ്. ശാസ്താവ് ഹരിഹരപുത്രനായി ജനിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ഹരിഹരപുത്രനായി ജനിച്ച കുഞ്ഞിന് ശാസ്താവ് എന്ന നാമകരണം നടത്തിയത് മഹാവിഷ്ണുവാണ്. ദുർമാർഗികളെ ശാസിച്ച് നേർവഴിക്ക് നയിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമാണ് ശാസ്താവിന് നിയോഗം സിദ്ധിച്ചത്.
തിരുവനന്തപുരം ജില്ലയിലാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ കാട്ടാക്കട നെയ്യാർ റൂട്ടിൽ യാത്ര ചെയ്താൽ വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. പശ്ചിമഘട്ട മലനിരകളിലെ ശാസ്താംപാറയിൽ ശാസ്താ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ പരശുരാമനാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പൂജ ചെയ്യാനായി പരശുരാമൻ ഈ പ്രദേശത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർ നിത്യവും പൂജ നടത്തി വരുന്നു. അന്ന് പൂജ നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ പൂജാതി കാര്യങ്ങൾ മുടങ്ങുമോ എന്ന് അദ്ദേഹം ഭയന്നു. അദ്ദേഹം ഇക്കാര്യം ഭഗവാന് മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അന്ന് പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കൂടെ ബാലരൂപത്തിൽ ഭഗവാൻ എഴുന്നള്ളുകയുണ്ടായി. ഏറെ ദൂരം കാനന വഴികളിലൂടെ സഞ്ചരിച്ച ബ്രാഹ്മണന് നെയ്യാറിന്റെ കരകളിലെത്തിയപ്പോൾ പുഴ മുറിച്ചു കടക്കാനാകാതെ വിഷമിച്ചു നിൽക്കേണ്ടി വന്നു. കാനന വഴികളിലുടനീളം തന്നെ അനുഗമിച്ച ബാലനെ ചൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം. എങ്ങനെ ഈ ബാലനെയും കൊണ്ട് അക്കരെ കടക്കും എന്ന് അദ്ദേഹം മനംനൊന്ന് ആലോചിച്ചു. ആ സമയം 6 കടന്ന് അക്കരെ ചെന്ന് ബാലൻ തിരുമേനി വരുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. സന്തോഷവാനായ ബ്രാഹ്മണൻ 6 കടന്ന് അക്കരെ എത്തുകയും സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു. ഏറെ നേരം അങ്ങനെ യാത്ര ചെയ്ത് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ കുഞ്ഞുബാലൻ അത്യധികം തേജോമയനായി കാണപ്പെട്ടു. കയ്യിൽ അമ്പും വില്ലുമേന്തിയ ബാലൻ ഒരു ദിവ്യരൂപമായി നിലകൊള്ളുകയായിരുന്നു. തുടർന്ന് ബാലൻ ബ്രാഹ്മണ ശ്രേഷ്ഠനോടായി പറഞ്ഞുവത്രേ, ഇനി മുതൽ ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം. തിരുമേനി ഇവിടെ വന്ന് പൂജകൾ ചെയ്താൽ മതി. വാർദ്ധക്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തേജോമയനായ ബാലന്റെ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷവാനായി. അന്നു മുതൽ വീരണകാവിലെത്തുന്ന ഭക്തജനങ്ങൾ ഭഗവാന് പടത്തിക്കുല നിവേദ്യമായി അർപ്പിച്ചു വരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ഗിരിവർഗ്ഗക്കാർ അവരുടെ പ്രധാന ദൈവമായി കാണുന്നത് ശ്രീ ശാസ്താവിനെ തന്നെയാണ്. വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപം ഒരു ശിവക്ഷേത്രമുണ്ട്, നെടുമൺ മഹാദേവ ക്ഷേത്രം. വീരണകാവ് ശ്രീ ധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനത്താണ് നെടുമൺ ക്ഷേത്രത്തിലെ മഹാദേവനെ ആരാധിച്ചു വരുന്നത്.
60 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലച്ചിറപ്പ് മഹോത്സവവും ആഴിപൂജയും വിശേഷാൽ ചടങ്ങുകളാണ്. കടത്തിക്കുല, ഇടിച്ചു പിഴിഞ്ഞ പായസം, ഉണ്ണിയപ്പം, പാനകം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ. ആണ്ടവനായ ശ്രീ ധർമ്മശാസ്താവ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് കുടികൊള്ളുന്ന വീരണകാവ് ശ്രീ ധർമ്മശാസ്താ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു.